യുഎസിലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവെപ്പ് 2 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് ഗുരുതര പരിക്ക്. അക്രമിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. പ്രദേശത്ത് പരിശോധന തുടരുന്നു. വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ജാഗ്രത പാലിക്കാൻ സർവകലാശാല നിർദ്ദേശം നൽകി. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകും. അജയ്, ബ്രൗൺ സർവകലാശാലയിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ മരണസംഖ്യ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഭവ്യ, ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് 4:30ഓടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. ഒരു അക്രമി, ഇതുവരെ അക്രമി ആരാണെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അയാളെ പിടികൂടാനോ സാധിച്ചിട്ടില്ല. കറുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷനാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇയാൾ ഇന്നലെ പ്രാദേശിക സമയം 4:30ഓടുകൂടി ഈ ബ്രൗൺ സർവകലാശാലയിലേക്ക് കടക്കുകയും അവിടെ ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഫാക്കൽറ്റീസിനും എതിരെ വെടിയുതിർക്കുകയായിരുന്നു. മൊത്തം 2 പേർ ഈ വെടിവെപ്പിൽ മരണപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. 8ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ രാത്രി സമയമാണ്. ഇതുവരെയും അക്രമിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇയാൾക്കായിട്ട് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാല, ഈ ബ്രൗൺ സർവകലാശാല അധികൃതർ ഈ കുട്ടികളോടും അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള സ്റ്റാഫുകളോടും അതീവ സുരക്ഷ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവരോട് എവിടെയാണോ അവിടെ തന്നെ തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ക്ലാസ് മുറിയിലാണെങ്കിൽ അവിടെ തന്നെ വാതിലുകളും ജനലുകളും അടച്ച് ക്ലാസ് മുറിക്കകത്ത് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റ് റൂമുകളിലുള്ളവർ അവിടെ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫോണുകൾ സൈലന്റ് മോഡിലാക്കി കയ്യിൽ സൂക്ഷിക്കാനാണ് സർവകലാശാലയിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും അതീവ ഒരു ഗുരുതര അവസ്ഥയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ ജാഗ്രത പാലിക്കണമെന്ന്, അതുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സ് വഴി പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ആത്മാവിനായി പ്രാർത്ഥിക്കുന്നു. ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്കയിൽ മറ്റൊരു സർവകലാശാലയിൽ, ഈ കെൻറ്റക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഒരു 5 ദിവസം മുൻപാണ് ഒരു വെടിവെയ്പ്പ് ഉണ്ടായത്. അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ ജേക്കബ് ലീ ബാർഡ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സർവകലാശാലയിൽ സമാനമായിട്ടുള്ള രീതിയിലൊരു വെടിവെയ്പ്പ് ഉണ്ടാകുന്നത്. ഇത് അമേരിക്കയിലുള്ള റോഡ് ഐലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രൊവിഡൻസിലാണ് ഇത്തരമൊരു ദാരുണമായിട്ടുള്ള സംഭവം ഇന്നലെ അരങ്ങേറിയത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ